എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന വിഷയം തേർഡ് പാർട്ടിയുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾ രണ്ടുപേരും നല്ല സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റേതെങ്കിലും വ്യക്തി കാരണം നിങ്ങളുടെ സ്നേഹത്തിൽ ഒരു അകൽച്ച സംഭവിക്കുക, അതല്ലെങ്കിൽ നിങ്ങളോട് പഴയ സ്നേഹമില്ലാതെ ആ പുതിയ വ്യക്തിയിലേക്ക് അയാൾ പോകുന്നൊരവസ്ഥയാണെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഇന്ന് പറയുന്നത്. പല ആളുകളും ഇപ്പോൾ പല പ്രശ്നങ്ങൾ കൊണ്ട് ഒക്കെ പിരിയലിൻ്റെ വക്കിലെത്തിയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ വേണ്ട എന്നൊരവസ്ഥയിലെത്തിയിട്ട് ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോലും മനസ്സ് അനുവദിക്കാത്ത അവസ്ഥ, ഭക്ഷണം കഴിക്കാനോ അതല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അവരെത്തി നിൽക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ അവസാനം ഒരു വാട്സപ്പ് നമ്പർ കാണും, അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചെയ്താൽ ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. ഇപ്പം ഇന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ നല്ല സ്നേഹത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലിടക്ക് പെട്ടെന്നൊരു അകൽച്ച, നിങ്ങൾക്ക് കാര്യമായിട്ടൊരു മറുപടിയും കാര്യങ്ങളും ഒന്നുമില്ല, നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും അത് മറ്റൊരു വ്യക്തി കാരണമായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആ വ്യക്തിയിലേക്ക് അടുത്ത് പോകും തോറുമാണ് നിങ്ങളിലേക്ക് ഒരു അകൽച്ച സംഭവിക്കുന്നത്. അപ്പോൾ അതങ്ങനെ സംഭവിക്കാതെ നിങ്ങൾക്ക് തന്നെ ആ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിൽ പറയുന്ന അതേപോലെ ചെയ്യുക. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ച് അറിയുമെങ്കിൽ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് ഇപ്പോൾ ആരോടാണോ ബന്ധം ആ വ്യക്തിയുടെ പേരറിയുമെങ്കിൽ അവരുടെ പേരെഴുതുക. ഇനി പേരറിയില്ല എങ്കിൽ ഒരു മനുഷ്യരൂപം പോലൊരു ചിത്രം വരയ്ക്കുക. ആ ഒരു ചിത്രം വരച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കർപ്പൂരം ഇടുക. കർപ്പൂരം ഒരു ചെറിയ കഷ്ണം, ചെറിയ ഒരു ചരട്, കറുപ്പ് ചരടും അതിലേക്ക് ഇടുക. എന്നിട്ട് രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ പേപ്പറും കർപ്പൂരവും ആ ചരടും കൂടി ഒരു പാത്രത്തിൽ വെച്ചിട്ട് കത്തിക്കുക. ഇത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ കരുതേണ്ട ഒരു കാര്യം, ഏത് വ്യക്തിയാണോ ഈ ആളുമായിട്ട് ബന്ധം നിലനിർത്തുന്നത് അത് ഇതോടുകൂടി ആ വ്യക്തിയുടെ ശല്യം ഒഴിവായി പോകും. ഇനി അതുകൊണ്ട് യാതൊരുവിധ വേറെ പ്രശ്നങ്ങളും ഇല്ല എന്ന് സ്വയം മനസ്സിൽ കരുതിക്കൊണ്ട് വേണം നിങ്ങളിത് ചെയ്യാൻ. നിങ്ങളിത് എത്രത്തോളം വിശ്വാസത്തോടു കൂടി ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ അത്രയും വിശ്വാസത്തോടു കൂടി ഈ പറഞ്ഞ കാര്യം ചെയ്യുക. രാവിലെ കുളിച്ചതിന് ശേഷം ചെയ്യുക. ഈ പേപ്പറും ഈ സാധനങ്ങളും ഒരു പാത്രത്തിൽ വെച്ച് കത്തിച്ചതിന് ശേഷം, പൂർണ്ണമായി ചിലപ്പോൾ കത്തിയെന്ന് വരില്ല, ചിലപ്പോൾ കുറച്ച് കത്തിക്കഴിഞ്ഞാൽ കെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആയാലും എന്നിട്ടിത് കത്തിക്കെട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് അത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പുറത്ത്, എവിടെയെങ്കിലും തൊട്ടടുത്ത സ്ഥലത്തോ അല്ലെങ്കിൽ അപ്പുറത്തോ എവിടെയാണെങ്കിലും നിങ്ങൾ താമസിക്കുന്നതിന് പുറത്തായിരിക്കണം, അത് ഒഴിവാക്കുക. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അതിൻ്റെ മേലൊന്നും ചിന്തിക്കേണ്ടതും ചെയ്യേണ്ടതുമില്ല. നിങ്ങൾ വിചാരിച്ച കാര്യം തീർച്ചയായിട്ടും നടക്കും. ഇത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിനുള്ള സൂചനകൾ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും. ഉറപ്പായിട്ടും അതിനുള്ള സൂചനകൾ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും. ഇത് നമ്മളൊന്ന് ചെയ്തു നോക്കാൻ നടക്കില്ല എന്നറിയട്ടെ, ആ രീതിയിൽ ചെയ്യാതെ ഈ കാര്യം ചെയ്താൽ പൂർണ്ണമായിട്ടും എൻ്റെ കാര്യം നടക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നടക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.